ഹലോ, ഇന്ന് തട്ടുകടകളിൽ നിന്നൊക്കെ കഴിക്കാൻ കിട്ടുന്നത് പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് ബീഫ് കൂട്ടിയാണ് ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് ഈ ചെയ്യുന്ന ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചിക്കൻ ഉപയോഗിച്ചും മട്ടൺ ഉപയോഗിച്ചും ഒക്കെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഈ കപ്പ ബിരിയാണിക്ക് ഏകദേശം ഒരു 4 ടീസ്പൂണോളം മല്ലിപ്പൊടി വേണം. ഇപ്പോൾ ആദ്യം ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. നല്ല എരിയുള്ള മുളക് പൊടിയാണ്. ടോട്ടലി നമുക്കിന്ന് ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും വേണം. ബാക്കി മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മളിത് അവസാനം ഒന്ന് വഴറ്റുന്ന കൂട്ടത്തിലാണ് ചേർക്കുന്നത്. ഇതിപ്പം ആ ബീഫ് വേവിക്കുന്ന കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരു അല്പസമയം നമുക്കിതൊന്ന് ഈ അടുപ്പിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വെച്ചുകൊണ്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അടുത്തായിട്ട് ഇന്നത്തെ നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോയോളം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ എല്ലോട് കൂടിയുള്ള ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളിപ്പോൾ എല്ലില്ലാത്ത ബീഫാണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ ആ വറുത്തെടുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കൂടാതെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-2.25 ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയാണേലും ചേർത്താൽ മതി. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 6-7 വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു 2 തണ്ട് കരിയാപ്പില കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം വിനാഗിരി കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഇറച്ചി വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതിനെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഈ ബീഫിൻ്റെ എല്ലായിടത്തേക്കും ഈ പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞ് പ്രഷർ കുക്കറിലേക്ക് മാറ്റി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ആ ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെയും അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ ഇതിനനുസരിച്ച് അത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടണം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബീഫ് തയ്യാറായി വരുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ടുന്ന കപ്പ കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കിലോ ബീഫ് എടുത്തപ്പോൾ അതിലേക്ക് ചേർക്കുന്നതിന് ഒരു 2 കിലോ കപ്പയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ട് സോഫ്റ്റ് ആകുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഇതൊന്ന് വെന്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ 2 കിലോ കപ്പ എടുത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് 2.5-3 കിലോ വരെ കപ്പ എടുക്കാം കേട്ടോ, 1.5 കിലോ ബീഫിൻ്റെ കൂട്ടത്തിൽ. ഇതിനി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ ആവശ്യത്തിന് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും വേഗം താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് തന്നെ ആ വെള്ളം ഊറ്റിക്കളയാം. അതിന് മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുക്കാം. അതുപോലെ നമ്മുടെ ബീഫ് ഇവിടെ ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ കുക്ക് ചെയ്തെങ്കിലും ഇത് വെന്ത് വന്നപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് കപ്പ ബിരിയാണി ആക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പിൽ ഒരു വലിയ മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്കൊരു ഉരുളിയാണേലും എടുക്കാം കേട്ടോ. ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കപ്പ ബിരിയാണിക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിക്കാം കേട്ടോ. ഞാൻ പക്ഷേ കടുക് ഇതിലേക്ക് ഇടുന്നില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം.
അതുപോലെ ഒരു 3 വത്തൽമുളക് ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ച് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നീളത്തിലരിഞ്ഞാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സവാളയ്ക്ക് വില കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു സവാളയാണേലും ചേർത്താൽ മതി കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ടോട്ടൽ ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മുടെ ഇന്നത്തെ കപ്പ ബിരിയാണിയിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ബീഫ് വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. ഞാൻ കറക്റ്റ് മെഷർമെൻ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അടുത്തായിട്ട് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1 ടീസ്പൂണോളം ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 1 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ പച്ചമുളകൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. പിന്നെ ഇത്രയും സ്പൈസി ആയിട്ട് വേണ്ടെങ്കിൽ ഈ കുരുമുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി കേട്ടോ. ഞാൻ ഓൾറെഡി ബീഫിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ബീഫിൽ വെന്ത് വരുമ്പോൾ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിത് വറ്റിച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ. നമുക്ക് ആ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഈ സമയം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഈ കപ്പയും ബീഫും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ കപ്പയും ബീഫും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1-2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് ബീഫിന് പകരം ചിക്കനോ മട്ടണോ യൂസ് ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.